Hello, hi, dear friends. നമ്മളുടെ ലോക്ക്ഡൗൺ ദിവസങ്ങൾ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ എത്രത്തോളം ഫലപ്രദമായിട്ട് ചിലവഴിക്കാമെന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഉള്ള റിസോഴ്സസ് വെച്ച് നമുക്ക് എല്ലാ ദിവസവും പോയി കടയിൽ പോയി സാധനം വാങ്ങാൻ പറ്റില്ല. പിന്നെ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനവും ചിലപ്പോൾ കിട്ടണമെന്നില്ല. എന്നാൽ നമുക്ക് ഏറ്റവും ബെയർ നെസസിറ്റി എന്ന് പറയുന്ന പോലെ അത്യാവശ്യ കാര്യങ്ങൾ എന്തായാലും വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ, പിന്നെന്താ, സമയം ഒരുപാട് എടുക്കാതെ. വീട്ടമ്മമാരും 24/7 ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കഷ്ടമല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കണം. പിന്നെ എല്ലാവർക്കും വിശപ്പ് കൂടുതലായിരിക്കും. പിന്നെ കുറേ നേരം അവർക്കും ടെലിവിഷനൊക്കെ കാണണ്ടേ, സിനിമ കാണണം, റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LN വ്ളോഗ്സിലൂടെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലും ഞാൻ സെയിം സിറ്റുവേഷനിലൂടെ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മെനു പ്ലാനാണ് വിചാരിക്കുന്നത്. അതായത് പഴയ ആഡംബരമൊന്നും വേണ്ടല്ലോ. ചോറ്, അതിന് 1-2 കറി, അതും ഇപ്പം എല്ലാം വെജിറ്റേറിയൻ ആണ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ചിക്കൻ വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല, പിന്നെ കിട്ടാനും പാടാണ്, ബാക്കി സാധനങ്ങളും വാങ്ങാൻ പാടാണ്. പിന്നെ മീനൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ എന്ത് പാടാണ്, ഒരുപാട് വാർത്തകൾ കേൾക്കുന്നില്ലേ, ലേലം വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകുന്നു എന്നൊക്കെ. അതൊക്കെ ഭയങ്കര മോശമല്ലേ? ഒരു ക്രൗഡ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഗവൺമെൻറ് പറഞ്ഞ ആ പോളിസിക്കെതിരാണ്. അപ്പോൾ മീൻ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വയ്ക്കുക, ഹെൽത്തി ഈറ്റിംഗ്, ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഓക്കെ അങ്ങനെ ചെയ്യാം. കൂടുതലും പ്രോട്ടീൻ റിച്ച് ആൻഡ് വൈറ്റമിൻ സി ഇതൊക്കെ അടങ്ങുന്ന ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചോറിന് 2 കറി. ഇന്ന് എൻ്റെ മെനു അത് തന്നെയാണ്. അപ്പോൾ ഒരു നാരങ്ങ രസവും, പിന്നെന്താ, നാരങ്ങ ഫുൾ ഓഫ് വൈറ്റമിൻ സി ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും ടൊമാറ്റോയും കൂടി ഒരു ഫ്രൈ, ടൊമാറ്റോ പൊട്ടറ്റോ ഫ്രൈ. ഓക്കെ, അപ്പോൾ ഞാൻ അധികം വർത്തമാനം പറയുന്നില്ല, തുടങ്ങാം. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ രസത്തിന് വേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി, ഒരു വലിയ നാരങ്ങ കിട്ടി. എനിക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് വേണ്ടത്. അത് നമുക്ക് രണ്ടാമത് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു വലിയ ചതുര കഷ്ണം ഇഞ്ചി, അതിനെ ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു. പ്ലസ് ഒരു 4 പച്ചമുളക്, പിന്നെ വലിയ അല്ലി വെളുത്തുള്ളി 6. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, മിക്സിയിൽ ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ 4 ചേർക്കണം എന്നില്ല കേട്ടോ, നോക്കി ചെയ്യുക. 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ചതച്ചാൽ മതി. പക്ഷെ നന്നായി ചതയണം. എല്ലാം കൂടി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നാരങ്ങ നീരെടുക്കാം. അങ്ങനെ നാരങ്ങ പിഴിഞ്ഞു 2 ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചതച്ച കാര്യങ്ങളും ഒരു ചീനച്ചട്ടിയിലേക്ക് 3 മുതൽ 4 കപ്പ് വെള്ളം. ഇതിപ്പോൾ ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയേ ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. എന്നിട്ട് തിളപ്പിക്കുന്നു. രസത്തിന് ആവശ്യമുള്ള ഉപ്പൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാമല്ലോ. ഇനി നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് തിള വന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്സ് തിളപ്പിക്കണം. ഈ കാര്യങ്ങളുടെ എല്ലാം പച്ചച്ചുവയൊക്കെ മാറി ഇതിൻ്റെ എരിവെല്ലാം ആ വെള്ളത്തിൽ പിടിക്കണം. ഓക്കെ, അപ്പോൾ നന്നായി തിള വന്നു തുടങ്ങി. ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടോ. ഇനി നല്ല തിള വന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളയ്ക്കാനായിട്ട് സമ്മതിക്കും. കാര്യം എന്താ പറയുക, ഈ പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറണ്ടേ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് തിളച്ച് വേകുമ്പോൾ അത് മാറും. തിളച്ച ഉടനെ എടുക്കണ്ട. ഇച്ചിരി ഉപ്പും കൂടി എന്തായാലും വേണം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനത് മാറ്റുന്നു.
അടുപ്പിൽ നിന്ന് മാറ്റി. അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ സെയിം അടുപ്പിൽ താളിക്കാനായിട്ട് പാത്രം വെച്ചു. അതൊരു സൈഡിൽ. അപ്പോൾ 4 കപ്പ് വെള്ളം. ഓക്കെ, പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ചേർക്കുക. 3 അല്ലെങ്കിൽ 4 പച്ചമുളക് എന്ന് ഞാനിപ്പോൾ എത്ര എണ്ണം പറയുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, അത് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഓരോ പച്ചമുളകിനും ഓരോ എരിവാണ്. ചിലതിന് സൈസ് ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. അപ്പോൾ അത് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. താളിച്ചും കൂടി ഇടും. അല്പം വെളിച്ചെണ്ണ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അതും നമുക്ക് മിതമായി ഉപയോഗിക്കാം. ബൈ ദ ടൈം ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. നമ്മളുടെ രസത്തിൽ മല്ലിയില ഉണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്തിടാം. ആ ചൂട് രസത്തിൽ കിടന്നത് വാടിക്കും. ആഹാ, എന്ത് നല്ല രസമാണെന്നറിയോ, വെരി ടേസ്റ്റി. ഓക്കെ, ഇനി കടുക് 1 ടീസ്പൂൺ, പച്ചമുളക് ആൻഡ് കറിവേപ്പില. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് നോക്കിയേ, ഇത്രേ ഉള്ളൂ. താളിച്ചു. അപ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് അത് പാത്രത്തിലേക്ക് മാറ്റി. താളിച്ച് മല്ലിയില എല്ലാം ഇട്ടിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഒരുവിധം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നാരങ്ങാനീര് ഒഴിച്ചാൽ മതി. നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഓക്കെ, ഇനി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉപ്പും പുളിയൊക്കെ നോക്കുക. അപ്പോൾ എരിവ് മാത്രം നോക്കുക. അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞു. ഈ അടുത്ത കറി ഉണ്ടാക്കി. ഇതൊക്കെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിനകത്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. നാരങ്ങാനീര് ഏറ്റവും അവസാനം ചേർക്കാവുള്ളൂ, ഒരുവിധം ഓൾമോസ്റ്റ് ലൂക്ക് വാമായിട്ട്. കാര്യം ഒരുപാട് നേരത്തെ ചേർക്കുക, ചൂടോടെ ഒഴിക്കുന്ന അത്ര നല്ലതല്ല. ഒക്കെ ഒരു കയ്പ്പ് രസമായിട്ട് മാറും. തണുത്ത ശേഷം ഒഴിക്കുക. ഇനി എന്താണ്, ചെറിയ ചൂട് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ പൊട്ടറ്റോ ആൻഡ് ടൊമാറ്റോ ഫ്രൈ. അപ്പോൾ ഉരുളക്കിഴങ്ങ് 2 മീഡിയം സൈസ്, അതൊന്ന്. ബാക്കി 3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് എടുത്തു വെച്ചു. അതായത് ഞാൻ പാത്രം കഴുകി 3 വലിയ സവാളയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ചെറിയ ടൊമാറ്റോ, പച്ചമുളക്. ഇത് എന്താ പറയണ്ടേ, 6 എണ്ണം വരെ ആകാം ചെറുതാണെങ്കിൽ. വലുതാണെങ്കിൽ ഒരു 3-4 മതിയാകും. അപ്പോൾ ഇതിൻ്റെ തോടും കൂടി ഒന്ന് കളഞ്ഞാൽ നോക്കൂ, സോ ക്യൂട്ട്. അവനെ വെച്ച് തന്നെ പൊടിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് കട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങ് തൊലിച്ച് കഴിഞ്ഞു. കട്ടിങ് എന്ന് പറയുമ്പോൾ ചെറിയ ചതുര കഷ്ണം. നോക്കിക്കോളൂ, ഞാനൊരു ഉള്ളി കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ സവാള ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ചതുര കഷ്ണങ്ങൾ. ഇനി ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചെറിയ ചതുര കഷ്ണം. കണ്ടല്ലോ, ഇതുപോലെ. ഒത്തിരി വലുതാകരുത്. പക്ഷെ ടൊമാറ്റോയുടെ കാര്യത്തിൽ മാറ്റമുണ്ട്. ടൊമാറ്റോ വലിയ ചതുര കഷ്ണം, 2 ചെറുതല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി എന്താ, ഒന്നും ചെയ്യാനില്ല. അടുപ്പ് കത്തിച്ചിട്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കാം. പിന്നെ ഇതിലൊരു പ്രത്യേകത ഞാൻ പറയട്ടെ, പച്ചമുളക് നമ്മൾ മുറിച്ചല്ല ഇടുന്നത്. ഇതിലിപ്പോൾ വലിയ പച്ചമുളകായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുക്കുന്നുള്ളൂ. ചെറുതാണെങ്കിൽ 6 എണ്ണം വരെ ആകാം. പക്ഷേ 2ആയിട്ട് പിളർക്കേണ്ട, അരിയേണ്ട ഒന്നും വേണ്ട. ഇത് മുഴുവനെയാണ് നമ്മൾ ആ കറിയിലേക്ക് ഇടുന്നത്, ആ ഫ്രൈയിലേക്ക്. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ആ മുളകും കൂടി ചേർത്തിട്ട് കടിച്ച് കഴിക്കാം. അതാണ് ഉദ്ദേശം. അപ്പോൾ ഇച്ചിരി എണ്ണ, ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. ഇതിലേക്ക് ആദ്യം എന്താണ് ചേർക്കേണ്ടത്? സവാള. ഓക്കെ,
സവാളയോടൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ചേർക്കാം. എല്ലാം ഒന്നിച്ചാണ്. 3 പച്ചമുളകും ഇട്ടല്ലോ. യെസ്, കറക്റ്റ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. 5 മിനിറ്റ്സ് സാധി. കടുക് താളിക്കലും പരിപാടി ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് എണ്ണ ഒഴിക്കുന്നു, വഴറ്റുന്നു. പച്ചമുളക് മുഴുവനായിട്ടിരിക്കുന്നതുണ്ടോ? ഇതിനോടൊപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇടുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. നോ ഇഷ്യൂസ്. ഇപ്പം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഉരുളക്കിഴങ്ങുണ്ട്, സവാള, പച്ചമുളക്, ടൊമാറ്റോ. അപ്പോൾ അത് 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നോക്കിക്കോളൂ, ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം ഒരു 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 1 മിനിറ്റ് വഴറ്റിയാൽ മതി. 1 മിനിറ്റ് തന്നെ വേണമെന്നില്ല. ഓക്കെ. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം, ആവശ്യമുള്ള ഉപ്പ്. ഇതേ പച്ച ചുവയൊക്കെ മാറിയല്ലോ, മുളകിൻ്റെ മാറി. ഇനി എന്താ, ഇനിയാണ് നമ്മൾ ആ 2 ടൊമാറ്റോ എടുത്ത് വെച്ചത് ഇതിനകത്തേക്ക് ചേർക്കുന്നു. 2 ചെറുതായിരുന്നു, വലിയ പീസസ്. ഇനി ഒരു പണിയില്ല, ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കറക്റ്റ് 1 കപ്പ് വെള്ളം. മുളകെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടോ? ഓക്കെ, 1 കപ്പ് വാട്ടർ. തീ കുറയ്ക്കുന്നു. എന്നിട്ട് പാത്രം ഒന്ന് അടച്ചിടുന്നു. ഓക്കെ. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് വേകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വെന്ത് കഴിയുമ്പോൾ ചാറെല്ലാം വറ്റി ഇതിലിങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന പാകം. അത്രയും. അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ ടൊമാറ്റോ ഫ്രൈ റെഡിയാകും. ഞാൻ എൻ്റെ കിച്ചൺ ക്ലിയറിങ്, ടേബിൾ ക്ലിയർ, ഇതെല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള 2 കറിയായി. അപ്പോൾ ഇത് ഞാൻ താഴേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തേക്ക് കുശാൽ ലഞ്ച്. പിന്നെ വീട്ടിലെന്തായാലും നമ്മൾ തൈര് ഉറയിച്ചിട്ടുണ്ടാവും, അച്ചാറ് വേണമെങ്കിൽ അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടെങ്കിൽ കഴിക്കാം. ഇത്രയൊക്കെ പോരെ ഒരു വീട്ടിൽ, ധാരാളം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം മെനു ഇങ്ങനെ ആക്കി നോക്കൂ. കഴിഞ്ഞു നമ്മളുടെ ഉരുളക്കിഴങ്ങ് ടൊമാറ്റോ ഫ്രൈ. നോക്കിയേ, ഞാൻ അടപ്പ് തുറന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തു, ടൊമാറ്റോ ഒക്കെ വെന്ത് ഇതിൻ്റെ കൂടെ കുറച്ച് ചേർന്നിട്ടുണ്ട്, കാണുകയും ചെയ്യാം. അപ്പോൾ പുളിയൊക്കെ ആവശ്യത്തിന് ഇറങ്ങി. പച്ചമുളകെല്ലാം വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എരിവെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഈ മുളക് ഇങ്ങനെ എടുത്തിട്ട് അതും കൂടി ചേർത്ത് കഴിക്കാം. അങ്ങനെയാണ് എൻ്റെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നോക്കിയേ, കുഴഞ്ഞിരിക്കുന്നത്. കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല, വേഗത മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അരപ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം. ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഈസി അല്ലേ? ഇത് മാത്രം മതി ചോറുണ്ട്. നമ്മുടെ രസവുമുണ്ട്. രണ്ടും കൂടി കൊണ്ട് ഞാൻ താഴേക്ക് പോകാൻ പോകുന്നു. രസം, നാരങ്ങ രസം, വൈറ്റമിൻ സി രസം, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ടൊമാറ്റോ. ഇപ്പം ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതും നല്ല ചൂട് ചോറും ധാരാളം. തൈരുണ്ടാകും, അച്ചാറുണ്ടാകും, പോരെ, ധാരാളം തരാം. അപ്പം ഇത് ചെയ്യുക, ഈസിയാണ്. അപ്പോൾ ഈ മുളകിൻ്റെ കേസ് ഞാനിപ്പോൾ 3 എണ്ണം ഇട്ട്, വേണമെങ്കിൽ 5 എണ്ണം 6 എണ്ണം ഇടാം. അപ്പോൾ അതിങ്ങനെ ഒരുപാട് മുറിച്ചിടാത്തതുകൊണ്ട് അതിൻ്റെ മുളക് അങ്ങനെ ഒരുപാട് എരിവ് അതിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് അതും കൂടി ഉടച്ച് അത് നമ്മളുടെ ആ ഒരു സെർവിങ്ങിൽ എടുത്തിട്ട് ഉടച്ച് കഴിക്കും. ഇതിപ്പോൾ ഒരു 4-5 പേർക്ക് കഴിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ സന്തോഷം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു ഹാപ്പിനെസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ വളരെ കൺസേൺഡ് ആയിരിക്കണം. നമ്മൾ എല്ലാവരെക്കുറിച്ചും ഓർമ്മിക്കണം. പിന്നെന്താ, കോഷൻ ഉണ്ടാകണം. ഭയമല്ല വേണ്ടത്. ഗവൺമെൻറ് എന്ത് പറയുന്നു അത് അനുസരിക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു വിപത്തിൽ നിന്നും കരകയറാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പോസിറ്റീവ് തോട്ട്സുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ സ്റ്റേ സേഫ്.
So thank you for watching and keep on watching Lakshmi Nair Vlogs.